വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കാഷ്യൂ ബട്ടർ മസാലേൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്ത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഏകദേശം ബട്ടർ ചിക്കൻ്റെ ഗ്രേവീൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ സൗദിയിലെത്തിയ ശേഷമാണ്. അങ്ങനെ ആ സമയത്ത് ഞാൻ ഏകദേശം ബട്ടർ ചിക്കൻ്റെ ഒരു സ്റ്റൈലിൽ ചെയ്തു നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാവുമ്പം അതിലേക്ക് ഒരു കപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ എണ്ണയിൽ നിന്ന് മുഴുവനായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കത് മാറ്റി വെക്കാം. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും എടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിഡ് വെച്ച് അടയ്ക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കയ്യിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുക്കുക. ഉണക്കിയ ഉലുവയില, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പിൽ നിന്ന് ഒരു 4-5 എണ്ണം എടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മിക്സ് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അത് അരച്ചെടുത്ത ശേഷം ആ സെയിം പാൻ തന്നെ വീണ്ടും ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കും. ബട്ടർ നന്നായിട്ട് ചൂടാവുമ്പം അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം, ജീരകമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കാം, അരച്ച് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിന് ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണമെന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇത്ര കളറിന് പുറമെ കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പഞ്ചസാര ചേർക്കണം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ നോക്കി കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഒരു ലിഡ് വെച്ച് അടച്ചു കൊടുക്കുക. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി അതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 ടീസ്പൂൺ ക്രീമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിപ്പം കുക്കിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് തിളയ്ക്കരുത്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി കയ്യിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ ഐറ്റമിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ വെജിറ്റബിൾ പുലാവ്, ബസ്മതി റൈസ് വെറുതെ വേവിച്ചെടുക്കുന്ന ടൈപ്പ് റൈസ്, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുത്തരി ചോറിൻ്റെ കൂടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.